Yes! Oh my god. Okay, copy video guys. So, ഇത്രയും വലിയൊരു ക്രിസ്മസ് ട്രീ കാണാൻ പറ്റുന്നുണ്ടോ? ഇത്രയും വലിയൊരു ക്രിസ്മസ് ട്രീ ആണ് നമ്മൾ ഉണ്ടാക്കിയെടുത്തേക്കുന്നത്. നമ്മുടെ വെള്ള പേപ്പർ വെച്ചിട്ടാണ് ഉണ്ടാക്കിയെടുത്തേക്കുന്നത്. അപ്പൊ സ്കൂളിലെ കുട്ടികൾക്കൊക്കെ ചെയ്യാനായിട്ട് നിമിഷ നേരം കൊണ്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു സംഭവമാണ് കേട്ടോ. സ്കൂളിൽ പ്രത്യേകിച്ച് നമ്മുടെ ക്ലാസ്സുകളില് കുട്ടികൾക്ക് ക്ലാസ് റൂമിൽ തന്നെ സെറ്റ് ചെയ്തെടുക്കാൻ പറ്റിയ പെട്ടെന്ന്, അതായത് ഒരു ഇന്റർവെല്ലും കൊണ്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ക്രിസ്മസ് ട്രീ ആണ് ഈ കാണുന്നത്. ക്ലാസ്സിലെ കുട്ടികൾ 60 പേരുണ്ടെങ്കിൽ 60 പേര് വിചാരിച്ച ഒരൊറ്റ നിമിഷം കൊണ്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ക്രിസ്മസ് ട്രീ ആണ് കേട്ടോ. കാണാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കര സിമ്പിൾ ആണ്, പണിയൊന്നുമില്ല. അപ്പൊ നമുക്കിത് എങ്ങനെ ചെയ്ത് നോക്കാം, ഇതെങ്ങനെയാണ് ഈ ക്രിസ്മസ് ട്രീ ഉണ്ടാക്കണതെന്ന് കണ്ടു നോക്കിയാലോ. അപ്പൊ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തും കൂടി സപ്പോർട്ട് ചെയ്യണം, ബെൽ ബട്ടൺ എനേബിൾ ചെയ്യാൻ മറക്കല്ല കേട്ടോ. അപ്പൊ നാളെ നമ്മള് ക്രിസ്മസ് ക്രിബ് ഉണ്ടാക്കണ വീഡിയോ ഇടാം. അപ്പൊ ഇന്നലത്തെ വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ, നമ്മുടെ ക്രിസ്മസ് സ്റ്റാർ ഉണ്ടാക്കുന്ന വീഡിയോ ആണ് നമ്മൾ ഇന്നലെ ഇട്ടുണ്ടായത്, അതും വൈറ്റ് പേപ്പേഴ്സ് വെച്ചിട്ട്. അപ്പൊ അത് കാണാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ കണ്ടു നോക്കുക. നമ്മൾ ഇന്നലെ ഇട്ടിരുന്ന നമ്മുടെ ജലദോഷം ഉണ്ട്, തൊണ്ടവേദനയുണ്ട്. അപ്പൊ നമ്മൾ ഇന്നലെ ഉണ്ടാക്കിയതാണ് നമ്മുടെ ഈ ഒരു വൈറ്റ് കളറ് ക്രിസ്മസ് സ്റ്റാർ. അപ്പൊ ഇന്നലെ നമ്മൾ ഈ വീഡിയോ ഇട്ടിട്ടുണ്ട്, കാണാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ പോയി കണ്ടു നോക്കാം. അപ്പൊ നമുക്ക് നേരെ നമ്മുടെ ക്രിസ്മസ് ട്രീ ഉണ്ടാക്കുന്ന വീഡിയോയിലോട്ട് പോവാം. അപ്പൊ നമ്മൾ പോയിട്ട് വെള്ള പേപ്പർ എടുത്തിട്ട് വന്നിട്ടുണ്ട്. വെള്ള പേപ്പർ വെച്ചിട്ട് സിമ്പിൾ ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. അതിനെ നിങ്ങൾ എടുക്കണ A4 ഷീറ്റ് ആണോ ഏത് ഷീറ്റ് ആണോ വെച്ചിട്ടുണ്ടെങ്കിൽ അത് മടക്കാം, ജസ്റ്റ് ഇതുപോലെ ഒന്ന് മടക്കാം. ഇനിയിപ്പോ നിങ്ങൾക്ക് ന്യൂസ് പേപ്പറിന് ചെയ്തിട്ടുണ്ടെങ്കിൽ ന്യൂസ് പേപ്പറിലും ചെയ്ത് വെക്കാം കേട്ടോ. വലിയ DIY ഒക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ന്യൂസ് പേപ്പറിലും ചെയ്ത് നോക്കാം. അപ്പൊ നമ്മൾ A4 ഷീറ്റ് രണ്ടായിട്ട് ഇതുപോലെ മുറിച്ചിട്ടുണ്ട്. ഇനി എന്താ ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് നമ്മുടെ കപ്പലണ്ടിയൊക്കെ പൊതിയനോട്ട് കോണായിട്ട് മടക്കാം. വേറെ ഒന്നും ചെയ്യണ്ട, ജസ്റ്റ് ഇതിന്റെ സൈഡിലൊന്ന് ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ സെക്യൂരിറ്റി ഇരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പശ യൂസ് ചെയ്യാം, ഇല്ലെങ്കിൽ സ്റ്റാപ്ലർ അടിക്കാം. നിങ്ങൾക്ക് ഏതാ എളുപ്പം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതേ ഞാനിവിടെ പശയാണ് ഒട്ടിക്കുന്നത്. അപ്പോൾ സൈഡിൽ പശ തേക്കാം, ഇതൊരു കോണ് പോലെ ഇതുപോലെ ആക്കിയെടുക്കാം. അതാണ് നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്. സോ ഇതുപോലത്തെ ഒരു കോൺ യൂസ് ചെയ്തിട്ടാണ് നമ്മുടെ ട്രീ നമ്മൾ ഡെക്കറേറ്റ് ചെയ്തെടുക്കാൻ പോണേ. അപ്പൊ ഇതുപോലെ ഒരു കോൺ ഉണ്ടാക്കി എടുക്കാനാണ് ആദ്യം ചെയ്യേണ്ടത്. അപ്പൊ ഈ ഒരു വലിപ്പത്തിൽ നമ്മൾ A4 പാതി ഷീറ്റ് എടുത്തിട്ടാണ് ഇതുപോലത്തെ ഒരു വലിപ്പത്തിൽ ഉണ്ടാക്കി എടുത്തേക്കണേ. പകുതി വെച്ച് ഇതുണ്ടാക്കി. ഇനി ഇതിനും ചെറുത് ഒരെണ്ണം ഉണ്ടാക്കണം. അപ്പൊ അതിന് എന്താ ചെയ്യേണ്ടത് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പകുതി ഭാഗത്തിന്റെ ഹാഫ് പോർഷൻ എടുക്കുക. എന്നിട്ട് ഈ ഒരു ഹാഫ് പോർഷൻ വെച്ചതും കൂടി നമുക്ക് ഒരു കോണുകൾ ഉണ്ടാക്കി എടുക്കാം. അപ്പൊ ഈ രണ്ട് വലിപ്പത്തിലാണ് നമ്മളൊന്ന് കോണ് ഉണ്ടാക്കി എടുക്കാൻ പോകുന്നത്. അപ്പൊ അത്യാവശ്യം ഒരു 10, 30, 35, 40 മാക്സിമം 40. എന്റെ ഒരു ട്രീയുടെ ഒരു അളവ് വെച്ചിട്ടാണ് പറഞ്ഞത്. അത്രയും പേപ്പേഴ്സ് എടുക്കേണ്ട വരും. ഇപ്പൊ ഒരു 40 പേപ്പറൊക്കെ എടുക്കേണ്ട വരും കേട്ടോ എനിക്ക്. അപ്പൊ നിങ്ങളുടെ ട്രീ എത്ര വലുതാണോ അത്രയും പേപ്പർ നമ്മൾ എടുക്കേണ്ടി വരും. ചെറിയ ട്രീ ആണെങ്കിൽ അത്രയും മതി. അപ്പോൾ ചെറിയൊരു ട്രീ ഒക്കെ ഉണ്ടാക്കി വെക്കുകയാണെങ്കിൽ അധികം പേപ്പേഴ്സ് വേണ്ടിയല്ല. അപ്പൊ നമ്മൾ ആ ഒരു ചെറുതും കൊണ്ട് നമ്മള് അതിന്റെ ഹാഫ് പോർഷനും കൊണ്ട് നമ്മളൊരു കോൺ ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഉണ്ടാക്കി എടുത്തേക്കണ ചെടി പോയി ഗൈസ്, ഉണ്ടാക്കിയേക്കണ കോണിന്റെ വലിപ്പം നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഒരു വലിയ കോൺ, ഒരു ചെറിയ കോൺ. സോ ഇതുപോലെ കുറെ കോൺസ് ആണ് ആദ്യം ഉണ്ടാക്കി എടുക്കേണ്ടത്. അപ്പൊ മൊത്തം കോണ് ഞാനിവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, നിങ്ങൾക്ക് കാണിച്ചു തരാം ഗൈസ്. ഒരുപാട് കോൺ ഉണ്ടാക്കിയിട്ടുണ്ട്. ഓക്കെ, ഇനി ആ കോണ് നമ്മൾ ഇതിനകത്തേക്ക് സ്റ്റിക്ക് ചെയ്യാൻ പോകണം. സ്റ്റിക്ക് ചെയ്യണത് എങ്ങനെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ആദ്യം ഡബിൾ ടേപ്പ് യൂസ് ചെയ്തു. ഡബിൾ ടേപ്പ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കട്ടിയില്ലാതെ ഡബിൾ ടേപ്പ് യൂസ് ചെയ്തിട്ട് ഫീൽ ചെയ്യാൻ വേണ്ടി ഇങ്ങനെ വെച്ചു. ഇതിന്റെ വേണ്ടി ഞാൻ പീൽ ചെയ്ത് നോക്കി വെച്ചിട്ട്, പക്ഷെ എങ്കിലും ഞാനൊരു ദിവസം വെച്ച് കഴിഞ്ഞപ്പോ അതുമേന്ന് അയ്യോ എന്റെ ഉടുക്കുമ്പോഴുള്ള സാധനമൊക്കെ അത് മുട്ടിപ്പിടിച്ചു കൈ. അപ്പൊ ഞാൻ അങ്ങനെ പീൽ ചെയ്ത് വെച്ച് കഴിഞ്ഞപ്പോ നിങ്ങൾക്ക് ഇവിടെ പേപ്പറിന്റെ പാട് കാണാം. അപ്പൊ ഞാൻ വെച്ച ഈ പശയില് ആ പേപ്പർ അങ്ങനെ അധികം ഒട്ടി നിക്കണില്ല. സാധാ നമ്മുടെ ഈ പശ ഒട്ടി നിക്കണില്ല. ഇത് നമ്മൾ ഡബിൾ ടേപ്പ് വെച്ചേക്കാണ് പീൽ ചെയ്യാൻ വേണ്ടിട്ട്. അപ്പൊ ഞാൻ നമ്മുടെ ഈ നോർമൽ പശ വെച്ചിട്ട് ഒട്ടിച്ചപ്പോ നിന്നു, നല്ല രീതിയിൽ സെക്യൂർ ആയിട്ട് നിന്നു. പക്ഷെ എങ്കിലും നമുക്ക് പെട്ടെന്ന് ചെയ്തെടുക്കാൻ വേണ്ടിട്ട് ഈ ഒരു പശ നമുക്ക് യൂസ്ഫുൾ ആയിരിക്കില്ല. അപ്പൊ നിങ്ങൾ ഹോട്ട് ഗ്ലൂ ഉണ്ടെങ്കിൽ അത് യൂസ് ചെയ്യാം. നിങ്ങളുടെ ചെറിയ ട്രീ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു പശ വെച്ചിട്ട് നമ്മുടെ ഈ ഒരു ട്രീ കമത്തി കിടത്തിയിട്ട് ഓരോന്നോരോന്ന് ഒട്ടിച്ചെടുക്കുകയാണെങ്കിൽ സെറ്റ് ആയിരിക്കും. നമുക്ക് പെട്ടെന്ന് ചെയ്തെടുക്കണോണ്ട് നമ്മൾ ഈ ഒരു ഗ്ലൂ യൂസ് ചെയ്യുന്നില്ല, നമ്മൾ ഹോട്ട് ഗ്ലൂ ആണ് യൂസ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ നമ്മുടെ വീഡിയോ കണ്ടിരിക്കുന്ന കൂട്ടുകാരെല്ലാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ല കേട്ടോ. അപ്പോൾ നമ്മൾ ഇവിടെ കുറെ ട്രീ ഇതെടുത്തിട്ട് പോവാം. അപ്പൊ നമ്മളിവിടെ കുറെ കോൺ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇതാ കിടക്കണുണ്ടോ, കുറെ കോൺ ഉണ്ടാക്കി ഇതുപോലെ കൂട്ടിയിട്ടിട്ടുണ്ട് ഗൈസ്. പിന്നെ ഇതൊരു ട്രീ വേറെ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ഇതിന്റെ അടുത്ത ദിവസം ഫൈനൽ റിസൾട്ട് അടുത്ത ദിവസം ഈ ഒരു ട്രീ ഇടാം കേട്ടോ. അപ്പോൾ കോണൊക്കെ സെറ്റ് ആയിട്ടുണ്ട്. നമ്മുടെ ട്രീ എടുത്തുകൊണ്ട് നമുക്ക് അകത്തേക്ക് പോവാം. അപ്പൊ ട്രീ എപ്പോഴും ചെയ്യുമ്പോൾ നമ്മുടെ താഴ്ഭാഗത്തുനിന്ന് വേണം ഒട്ടിച്ചു തുടങ്ങാൻ വേണ്ടിട്ട് കേട്ടോ.
അപ്പോൾ അതേ നമ്മളുടെ കയ്യിൽ ഇത്രയും കോണുകൾ നമ്മൾ ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമ്മളത് ഒട്ടിക്കാൻ പോവാണ്. കാച്ചിക്കുട്ടാ കാച്ചിക്കുട്ടിന് അപ്പോഴേക്കും എണീച്ച് വന്നിട്ടുണ്ട്. ഗൈസ് അവൻ ഇന്നലെ ഒരു കളിപ്പാട്ടം കിട്ടിയാണ്. സ്റ്റിൽ ഓഫ് വാട്ട് എന്താ അതിന്റെ പേര്? അതായിട്ട് കളിയാണ് ഗൈസ്. അപ്പൊ നമുക്കത് ഒട്ടിച്ചെടുക്കാം. അപ്പൊ ഗൈസ് നമ്മളിത് ഒട്ടിക്കുമ്പോ എന്താ ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വലിയ കോണുകൾ ആദ്യം ഒന്നിടവിട്ട് ഒട്ടിക്കണം. അതായത് ഒരെണ്ണം ഇവിടെ ആണെങ്കിൽ ഒരെണ്ണം ഇച്ചിരി ജിയോ മച്ചാനാണ് പറയേണ്ടത്. അപ്പൊ ഒന്നിടവിട്ട് എന്നാ ജിയോ മച്ചാൻ പറയണേ. ജിയോ മച്ചാനായിട്ട് പറയണമെന്ന് വിചാരിച്ചു. കാശ് ജിയോ മച്ചാൻ ഫാനാണ്. അപ്പൊ അതെ ഇങ്ങനെയാണ് ഒട്ടിക്കാൻ. ഒരെണ്ണം ഇവിടെ ആണെങ്കിൽ ഒരെണ്ണം ഇടവിട്ട് ഇങ്ങനെ ഫുൾ ഒട്ടിക്കണം. എന്നിട്ട് ഇതിന്റെ ഗ്യാപ്പില് അവിടെ ഒരു ഡബിട്ട് അപ്പൊ അതിന്റെ ഗ്യാപ്പില് വേണം നമ്മള് ഈ ചെറുത് ഒട്ടിക്കാൻ വേണ്ടിട്ട് കേട്ടോ. അപ്പോൾ കോൺ ഇതുപോലെ ഒട്ടിച്ചു കൊടുക്കലാണ് നമ്മുടെ ഫസ്റ്റത്തെ പണിയുണ്ട്. ഇത് മാത്രമാണ് നമ്മുടെ പണി. അപ്പോൾ വലിയൊരു കാർഡ്ബോർഡ് സ്കൂളുകളിലൊക്കെ ആണെങ്കിൽ എവിടെന്നെങ്കിലും ഒപ്പിക്കുക, ഏതെങ്കിലും ഒരു പാരൻസിനോട് കൊണ്ടുതരാൻ പറയാം. വലിയൊരു കാർഡ്ബോർഡ് പേപ്പർ റോള് കുട്ടികൾ തലേ ദിവസം വീട്ടിൽ നിന്ന് 2 വെച്ചിട്ട് ഒരു കുട്ടി ഉണ്ടായിക്കൊണ്ട് വരികയാണെങ്കിൽ ഒരു 30 പേര് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ 30 പേര് വേണ്ട, അതിന് കുറച്ച് പേര് മതി കേട്ടോ. അപ്പോൾ ഇതുപോലെ സെറ്റ് ചെയ്തെടുക്കാം. ഒട്ടിക്കലും എളുപ്പമാണ്. അപ്പോൾ കുട്ടികളെ ഈ കോൺ ഉണ്ടാക്കണ പാട് മാത്രമേ ഉള്ളൂ. ഒട്ടിക്കൽ ഭയങ്കര എളുപ്പമാണ് കേട്ടോ. അപ്പൊ പെട്ടെന്ന് തന്നെ നമുക്ക് സെറ്റ് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു സംഭവമാണ് കേട്ടോ. ബോളൊന്നും മേടിച്ചിട്ടില്ല, പക്ഷെ ഞങ്ങള് പ്രിന്റ് എടുത്തിട്ടുണ്ട്. ഇതുപോലെ പ്രിന്റ് എടുത്തിട്ട് ചെയ്ത് ഞങ്ങളെ പ്രിന്റ് എടുത്തിട്ട് നമുക്കിത് എല്ലാം എടുത്തിട്ടുണ്ടെന്ന് കാണിച്ചു എടുത്തോണ്ട് പോവാ. അത് കാണിച്ച ഓൾറെഡി ഇതുണ്ട്, പക്ഷെ വെട്ടിയത് കാശിക്കുട്ടൻ കാണിച്ചല്ല എന്നാണ് പറയണേ. ഒരെണ്ണം കാണിച്ചു കൊടുക്കുക അവർക്ക് എങ്ങനെ വെട്ടിയെന്നുള്ളത് കാണിച്ചു കൊടുക്കുക. ഒരു ക്രിസ്മസ് ട്രീയില് നമ്മള് വെട്ടിയെടുത്തേക്കണം എങ്ങനെയാന്ന് കാണിച്ചു കൊടുക്കുക. ബോളോ എന്തെങ്കിലും കാണിച്ചു കൊടുക്കുക. ഇത് കാണിച്ചു കൊടുക്കുക. ഇത് കാണിച്ചു കൊടുക്കാം. ഇത് കാട്ടി കൊടുക്കണ്ടേ? അപ്പൊ ഇത് കാട്ടി കൊടുക്കണ്ടെന്നാണ് ഗൈസ് പറഞ്ഞേക്കണേ. അപ്പൊ ഞാൻ പ്രിന്റ് എടുത്തിട്ട് ക്രിസ്മസ് പപ്പാനീനെയും ബോളൊക്കെ ഇതുപോലെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ നമ്മള് ഗൂഗിളിൽ നോക്കിയിട്ട് ഇതുപോലെയുള്ള ബോൾസ് ഒക്കെ സേവ് ചെയ്ത് അതൊരു പ്രിന്റ് എടുത്തിട്ടുണ്ട് ഇതുപോലെ. എന്നിട്ട് നമ്മൾ ഇതിനകത്തുള്ള എലമെന്റ്സ് മുഴുവനും ഇതുപോലെ ആക്കി എടുത്തിട്ട് നമ്മളത് ക്രിസ്മസ് പപ്പാനെ ബോളൊക്കെ സെറ്റ് ആക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇതാണ് നമ്മുടെ ക്രിസ്മസ് ട്രീയിലേക്ക് ഒട്ടിച്ചു കൊടുക്കാൻ പോണേ. കാശിക്കുട്ടൻ ഭയങ്കര ടെററാണ് ഗൈസ്. ഒട്ടിക്കാം നമുക്ക്. അവരോട് പറഞ്ഞു ഒട്ടിക്കാൻ പോണെന്ന് പറഞ്ഞേ. അതെ ഒരു സ്റ്റാറും കൂടി ഉണ്ട് ഗൈസ്. കാരണം ഇതുപോലുള്ള സ്റ്റാറിലൊക്കെ നമ്മൾ പ്രിന്റ് എടുത്തിട്ടുണ്ട് കേട്ടോ. ഗൈസ് ഞങ്ങള് പ്രിന്റ് എടുത്തേക്കണ എലമെന്റ്സ് ഇതൊക്കെയാണ്. സ്റ്റാർ, പപ്പാനി, ഇങ്ങനത്തെ പപ്പാനി കണ്ടോ. പിന്നെ ഇതെന്താ പറയണേ, റെയിൻഡിയറിന്റെ വേറെ എന്തൊരു സാധനം. വലിയ പപ്പാനി നമ്മൾ ക്രിസ്മസ് ട്രീയുടെ മുകളിൽ വെക്കാൻ. പിന്നെ ഇങ്ങനത്തെ ബെല്ലും ഉള്ള ടൈപ്പ് ഒരെണ്ണം എടുത്തിട്ട് അത് ഡ്യൂപ്ലിക്കേറ്റ് കോപ്പി എടുത്തിട്ട് പേസ്റ്റ് ചെയ്ത് സെറ്റ് ചെയ്തേക്കാനാണ്. കത്രിക അതേ കാശിക്കുട്ടനെ മുകളിൽ കയറിയിട്ടുണ്ട്. ഇറങ്ങിയ താഴെ ഇറങ്ങിയ. അപ്പൊ അതേ ബോള് ഇതൊക്കെയാണ്. അപ്പൊ ഇത്രയും സാധനങ്ങളാണ് നമ്മൾ പ്രിന്റ് എടുത്തേക്കണേ. അപ്പൊ ഇതിനകത്ത് ഇനി വലിയ എന്തൊക്കെയോ ഉണ്ടെന്ന് അറിയില്ല. ബോളുകളൊക്കെ കുറെ എടുത്തിട്ടുണ്ട്. പിന്നെ മെറി ക്രിസ്മസ് എന്ന് എഴുതി നമ്മൾ പ്രിന്റ് എടുത്തിട്ടുണ്ട്. നേരത്തെ എന്തോ പ്രിന്റ് എടുത്താണ് ഗൈസ്. അപ്പോൾ കണ്ടോ ഇങ്ങനത്തെ സാധനങ്ങളൊക്കെയാണ് നമ്മൾ പ്രിന്റ് എടുത്ത് കൊണ്ടുവന്നേക്കണം. അപ്പം ഇനി ഇതെല്ലാം കട്ട് ചെയ്യലാണ് ചെറിയൊരു പണിയല്ല, വലിയൊരു പണിയാണ് ഗൈസ്. അപ്പോൾ ഇതൊന്ന് കട്ട് ചെയ്തെടുത്തിട്ട് നമുക്ക് നമ്മുടെ ഈ ഒരു ക്രിസ്മസ് ട്രീയിലേക്ക് നമ്മൾ ഒട്ടിക്കാൻ പോവാണ്. അപ്പോൾ നമ്മളത് ഇതുപോലെ നമ്മുടെ സ്റ്റാറും കുഞ്ഞു ബോളൊക്കെ അത് ഇതുപോലെ കുഞ്ഞുതായിട്ട് ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്. ഇനി കുറച്ചും കൂടി ഇരിപ്പുണ്ട്. കാശിക്കുട്ടൻ എന്തേ നോക്കിയേ ഗിൽറ്റൊക്കെ കൊണ്ട് തന്നിട്ടുണ്ട് ഒട്ടിക്കാൻ വേണ്ടിട്ട്. നമ്മുടെ ക്രിസ്മസ് ട്രീ അങ്ങനെ സെറ്റ് ആയിരിക്കാണ് ഗൈസ്. നമ്മുടെ വെള്ള കളറുള്ള ക്രിസ്മസ് ട്രീ ഇതാണ്. അപ്പൊ നമ്മുടെ ക്രിസ്മസ് ട്രീയുടെ ഫൈനൽ റിസൾട്ട് എന്ന് പറയുന്നത് കേട്ടോ. എങ്ങനെയുണ്ട്, കൊള്ളാവോ? അപ്പൊ നമ്മുടെ വെള്ള പേപ്പർ വെച്ചിട്ടുള്ള നമ്മുടെ ക്രിസ്മസ് ട്രീ ആണത്. ബാക്ക് സൈഡില് ഇങ്ങനെയാണ് ഇതുപോലെ. ഓക്കെ ഡൺ സെറ്റ് അല്ലേ? അപ്പൊ ഇത് എവിടെയെങ്കിലും കൊണ്ടുപോയി ചാരി വെച്ചാൽ മതി. ഇഷ്ടപ്പെട്ടില്ലെന്നൊന്ന് കമന്റ് ചെയ്ത് പറയണം. നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൊണ്ട് സപ്പോർട്ട് ചെയ്യണം. നാളെ നമുക്ക് ക്രിബ് ഉണ്ടാക്കണ വീഡിയോ ഇടാം കേട്ടോ. എങ്ങനെയുണ്ടത്? കൊള്ളാം അല്ലേ? സിമ്പിൾ ആൻഡ് ഹംബിൾ. ഓക്കെ. അപ്പോൾ നിങ്ങളുടെ സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾക്കൊക്കെ ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. ടീച്ചേഴ്സിനും ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. നിങ്ങളുടെ ക്രിസ്മസ് ടൈമിൽ ക്ലാസ് ഡെക്കറേറ്റ് ചെയ്യാനായിട്ട് ഇതിനും ഈസി ആയിട്ടുള്ളൊരു വേറെ ഇല്ല. സോ നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കാം. വൈറ്റ് കളറിലെ പേപ്പേഴ്സ് മാത്രം മതി ഗൈസ്. അപ്പോൾ വലിയ ചിലവൊന്നുമില്ല. എല്ലാ കുട്ടികളും ഓരോ ബുക്കിൽ നിന്ന് 2-3 പേജ് വെച്ചിട്ട് 2 പേജ് 1 പേജ് കീറിയാൽ മതി. വൈറ്റ് പേപ്പർ വെച്ചിട്ട് കീറിയിട്ടുണ്ടെങ്കിൽ വളരെ സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാവുന്ന കാര്യമാണ്. അപ്പോൾ വെള്ള പേപ്പർ വേസ്റ്റാക്കി കളയല്ലെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ആണ്. പക്ഷേ എങ്കിലും നമുക്കൊരു ക്രിസ്മസ് ട്രീ കിട്ടുമല്ലോ.
അപ്പോൾ വേണമെങ്കിൽ ന്യൂസ് പേപ്പർ വെച്ചിട്ട് ട്രൈ ചെയ്യാം. നിങ്ങൾ എഴുതിയിട്ടുള്ള പേപ്പർ വെച്ചിട്ട് ട്രൈ ഒക്കെ ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാ കൂട്ടുകാരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നാളെ ഒരു DIY ആയിട്ട് വരുന്നവരേക്കും ബൈ ബൈ.